പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, നമസ്കാരം. കേരള നിയമസഭാ തെരഞ്ഞെടുപ്പ് അത് സാങ്കേതികമായി ഇലക്ഷൻ കമ്മീഷൻ ഇലക്ഷൻ നോട്ടിഫിക്കേഷനിലൂടെ നമ്മളെ തെരഞ്ഞെടുപ്പ് തീയതികളും അതുപോലെ തന്നെ അതുമായി ബന്ധപ്പെട്ട മറ്റ് നോമിനേഷൻ സമർപ്പിക്കേണ്ട തീയതി, അതിൻ്റെ സ്ക്രൂട്ടിനി, പത്രിക പിൻവലിക്കാനുള്ള തീയതി, കൗണ്ടിംഗ് ഡേ, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഔദ്യോഗികമായി പ്രഖ്യാപിക്കുന്ന ഇലക്ഷൻ നോട്ടിഫിക്കേഷൻ വരേണ്ടതായ ദിവസങ്ങളിലേക്ക് നമ്മൾ കൂടുതൽ അടുത്തു വന്നുകൊണ്ടിരിക്കുകയാണ്. ഈ സന്ദർഭത്തിൽ കേരളത്തിൽ സവിശേഷ ശ്രദ്ധ ആകർഷിക്കുന്ന, എന്നാൽ ഒരേ ജിയോഗ്രഫിക്കൽ റീജിയൻ എന്നല്ലാത്ത അല്ലെങ്കിൽ ഒരേ ഡിസ്ട്രിക്റ്റ് എന്നല്ലാത്ത രണ്ട് അസംബ്ലി സെഗ്മെൻറ്റ്സിൻ്റെ കാര്യങ്ങൾ പരിശോധിക്കാനും അതുപോലെ തന്നെ മധ്യ തിരുവിതാംകൂറിൻ്റെ ഒരു പൊതുവെയുള്ള രാഷ്ട്രീയത്തെക്കുറിച്ച് സംസാരിക്കാനുമാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. ഇതിൻ്റെ ഭാഗമായുള്ള ഒരു യാത്രയുടെ ഭാഗമായിട്ട് തന്നെ ഞാനുള്ളത്. അതിൻ്റെ ഭാഗമായി നമ്മൾ കയ്പമംഗലം പോലെയുള്ള ഇടങ്ങളിൽ ചില വ്യക്തിപരമായി തന്നെ ചില ആളുകളെ കണ്ട് അഭിപ്രായങ്ങളൊക്കെ അന്വേഷിക്കേണ്ടായി. ബേപ്പൂരും ഇടുക്കിയുമാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത്. ബേപ്പൂരിൽ സവിശേഷ ശ്രദ്ധയാകർഷിക്കാൻ കാരണം കേരളത്തിലെ പ്രബല മുന്നണികളിലൊന്നായ UDF ആദ്യമായി സ്ഥാനാർത്ഥിയെ ഏറെക്കുറെ പ്രഖ്യാപിച്ചിട്ടുള്ള ഒരു അസംബ്ലി സെഗ്മെൻ്റ് എന്ന നിലയിലാണ് ബേപ്പൂർ ശ്രദ്ധേയമാകുന്നത്. അതുപോലെ തന്നെ നിലവിലെ മന്ത്രിസഭയിലെ പ്രധാനപ്പെട്ട ഒരു മന്ത്രി, ദീർഘകാലം രാഷ്ട്രീയ നേതാവായിരുന്ന CA മുഹമ്മദ് റിയാസ് ഇപ്പോൾ നിലവിൽ പ്രതിനിധാനം ചെയ്യുന്ന അസംബ്ലി സെഗ്മെൻറ്റ് കൂടിയാണ് ബേപ്പൂർ. ഒരു തീരദേശ മേഖലയാണ് ബേപ്പൂർ. ബേപ്പൂരിനെ സംബന്ധിച്ചിടത്തോളം വളരെ കൗതുകകരമായി എനിക്ക് തോന്നിയ ഒരു കാര്യം, ഒരു പൊളിറ്റിക്കൽ ടേൺ കോട്ടായിരുന്നു TK ഹംസ. 1982 മുമ്പ് മലപ്പുറം DCC പ്രസിഡൻ്റായിരുന്ന ഘട്ടത്തിൽ കേരള